നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിലെ വിധിക്കെതിരെ അപ്പീൽ പോകാനാണ് സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് നിയമമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ ഇന്നലെ അതിജീവിത മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടതോടെ ശക്തമായ കേസുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ നീങ്ങുന്നത്. ഇന്നലെ സൈബറിടത്തിൽ തനിക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിലടക്കം മുഖ്യമന്ത്രിക്ക് മുന്നിൽ അതിജീവിത പരാതി ബോധിപ്പിച്ചു. ക്ലിഫ് ഹൗസിൽ വെച്ചായിരുന്നു അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടത്. 1 മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ച വൈകാരികമായിരുന്നു. ഇപ്പോഴുണ്ടായ വിധിയിൽ തനിക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്ന വികാരമായിരുന്നു നടി മുഖ്യമന്ത്രിയോട് പങ്കുവച്ചത്. സൈബർ ആക്രമണങ്ങളെക്കുറിച്ചടക്കം പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ മുൻപിലിരുന്ന് വെങ്ങിക്കരഞ്ഞു അവർ. അതിജീവിത കണ്ണീരുമായി പ്രതികരിച്ചതോടെ മുഖ്യമന്ത്രി അവരെ ആശ്വസിപ്പിക്കാനും പാടുപെട്ടു. താങ്കൾ കരയരുതെന്നും ഈ നാട് മുഴുവൻ നിങ്ങൾക്കൊപ്പമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ആശ്വസിപ്പിച്ചു. കേസിൽ ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ മികച്ച അഭിഭാഷകരെ അടക്കം കൊണ്ടുവരാമെന്നും അദ്ദേഹം പറഞ്ഞു. മാർട്ടിൻ തന്നെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചത് കൂടി പറഞ്ഞ നടി കൂടുതൽ വികാരാധീനയായി. ഇതോടെ ആശ്വസിപ്പിച്ച് പിണറായി ഉടനടി അന്വേഷണത്തിന് ഉത്തരവിടുകയാണ് ഉണ്ടായത്. കേസിൽ ഉടൻ അപ്പീൽ പോകുമെന്നാണ് സർക്കാർ അതിജീവിതയ്ക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. കേരള ജനത ഒപ്പമുണ്ടെന്നും കേസിൽ ശക്തമായ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തോടെ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിൽ പോലീസ് കേസെടുക്കും. ശിക്ഷിക്കപ്പെട്ട മാർട്ടിൻ ആന്റണിയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത്. അതിജീവിത മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് തീരുമാനം. ദിലീപിന് കേസിൽ പങ്കില്ലെന്നാണ് വീഡിയോ വിശദീകരിക്കുന്നത്. കേസിൽ മാർട്ടിൻ ആന്റണി 20 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടിരുന്നു. വിവാദമായ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുക്കും. നടിയുടെ മൊഴിയിൽ വീഡിയോ ഫോർവേഡ് ചെയ്തവരെയും പ്രതി ചേർക്കും. 2ാം പ്രതി മാർട്ടിൻ പങ്കുവച്ച വീഡിയോ നീക്കണമെന്നാണ് അതിജീവിത നൽകിയ പരാതിയിൽ ഒരു ആവശ്യം. വീഡിയോ പ്രചരിപ്പിച്ച 16 ലിങ്കുകൾ പോലീസിൽ ഹാജരാക്കിയിരുന്നു. അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനയാണ് സോഷ്യൽ മീഡിയയിലൂടെ മാർട്ടിന്റെ വീഡിയോ പുറത്തുവിട്ടത്. കേസിന് ആസ്പദമായ സംഭവമേ നടന്നിട്ടില്ലെന്നും ദിലീപിനെതിരായിട്ടാണ് ഗൂഢാലോചന നടന്നത് എന്നതടക്കമുള്ള വിചിത്രമായ കാര്യങ്ങളാണ് മാർട്ടിൻ പറയുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് ഉൾപ്പെടെ സുപ്രധാന പ്രതികളെ വെറുതെ വിട്ടാണ് പ്രിൻസിപ്പൽ കോടതിയുടെ വിധിയെത്തിയത്. നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ വിവിധ വകുപ്പുകൾ ചുമത്തി 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 20 വർഷം തടവും പിഴയും ചുമത്തിയിരുന്നു. എന്നാൽ 8ാം പ്രതിയായി ദിലീപിനെ വെറുതെ വിട്ട വിധിയിൽ അതിജീവിത രംഗത്തെത്തിയതോടെ കേസിൽ സർക്കാർ മേൽക്കോടതിയെ സമീപിക്കുമെന്ന നിലപാട് അറിയിച്ചു. ദിലീപിനെതിരെ തെളിവ് നിരത്താൻ പ്രോസിക്യൂഷൻ കഴിയാഞ്ഞതാണ് കേസിൽ തിരിച്ചടിയായത്. ഹൈക്കോടതിയിലേക്ക് കേസ് എത്തുമ്പോൾ തെളിവുകൾ ബലപ്പെട്ടതാക്കാനും പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതടയ്ക്കാനുമാണ് സർക്കാർ ശ്രമം. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ കോടതി വെറുതെ വിടുകയായിരുന്നു. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 1 മുതൽ 6 വരെയുള്ള പ്രതികളെയാണ് കോടതി ശിക്ഷിച്ചത്. കേസിലെ 7 മുതൽ 10 വരെ പ്രതികളെയാണ് ജഡ്ജി ഹണിയം വർഗീസ് കുറ്റവിമുക്തരാക്കിയത്. കേസിൽ 8ാം പ്രതിയാണ് നടൻ ദിലീപ്. 1ാം പ്രതി പൾസർ സുനി എന്ന സുനിൽകുമാർ NS, 2ാം പ്രതി മാർട്ടിൻ ആന്റണി, 3ാം പ്രതി B മണികണ്ഠൻ, 4ാം പ്രതി VP വിജീഷ്, 5ാം പ്രതി H സലീം എന്ന വടിവാൾ സലീം, 6ാം പ്രതി പ്രദീപ് എന്നിവരെയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. വീഡിയോ പ്രചരിപ്പിച്ച 16 ലിങ്കുകൾ പോലീസിൽ ഹാജരാക്കിയിരുന്നു. അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനയാണ് സോഷ്യൽ മീഡിയയിലൂടെ മാർട്ടിന്റെ വീഡിയോ പുറത്തുവിട്ടത്. കേസിന് ആസ്പദമായ സംഭവമേ നടന്നിട്ടില്ലെന്നും ദിലീപിനെതിരായിട്ടാണ് ഗൂഢാലോചന നടന്നത് എന്നതടക്കമുള്ള വിചിത്രമായ കാര്യങ്ങളാണ് മാർട്ടിൻ പറയുന്നത്.